ഹലോ ഒരുപാട് നമ്മുടെ പുതിയൊരു വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇതാണ് എൻ്റെ ഹോസ്റ്റൽ റൂം നമ്പർ 107. ഇന്ന് ഇവിടുന്ന് ഞാൻ വെക്കേറ്റ് ചെയ്യാണ്. അങ്ങനെ നേരെ തിരിച്ചെത്തിയിരിക്കുന്നത് എൻ്റെ പുതിയ താമസ സ്ഥലത്താട്ടോ. ഇവിടെ ഇപ്പോൾ കുറച്ച് അലമ്പായിട്ട കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കിടക്കുന്നത്. ഇനി തന്നെ നമുക്ക് ക്ലീൻ ചെയ്തിട്ട് വേണം നമുക്ക് ഇവിടെ ഒരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ആദ്യം തന്നെ കുറച്ച് വാഷിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ ഞാനും ഷാനിയും കൂടിയിട്ട് അതിനുള്ള പരിപാടികളെല്ലാം നോക്കുമായിരുന്നു. ഞങ്ങൾ വന്നിട്ട് ഓഫീസ് കഴിഞ്ഞ് വന്നിട്ടാണ് ഈ വക പരിപാടികളെല്ലാം ചെയ്യുന്നത്. സോ അതിൻ്റേതായിട്ടുള്ള എല്ലാ ടയേർഡ്നെസ്സും ഞങ്ങൾക്ക് ഉണ്ട് കേട്ടോ. ഇന്ന് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ എവിടുന്ന് തുടങ്ങണം, എന്ത് തുടങ്ങണം എന്ന് ഒരു പിടുത്തം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഫസ്റ്റ് തന്നെ നാളത്തേക്കുള്ള ചോറ് വെക്കാമെന്ന് വിചാരിച്ചിട്ട് അതിനുള്ള പരിപാടികളും കാര്യങ്ങളും നോക്കി. ഞാനിവിടെ ചോറ് വയ്ക്കുന്ന സമയത്ത് ഷെഹന അപ്പുറത്ത് ആ റൂം മൊത്തം ക്ലീൻ ചെയ്യുന്നുണ്ടായിരുന്നേ. എനിക്ക് ക്ലീനിങ് കുറച്ച് മടിയുള്ള കൂട്ടത്തിലാണ്. കുക്കിംഗ് ഞാൻ വേണമെങ്കിൽ, പക്ഷെ ക്ലീനിങ് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. സോ ഞാൻ നമുക്ക് വേണ്ട ഫുഡും കാര്യങ്ങളും എല്ലാം ഉണ്ടാക്കുന്നു. ചോറും ഉപ്പേരിയും വെക്കാമെന്നാണ് വിചാരിച്ചത്, നാളത്തേക്ക് നമുക്ക് ലഞ്ചിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. സോ അതിൻ്റെ പരിപാടീസാണ് നടക്കുന്നത്. ആൻഡ് ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ തൊട്ടപ്പുറത്തെ റൂമിലൊരു കുട്ടിയും കൂടി ഉണ്ടായിരുന്നു. സോ അങ്ങനെ കഥകളും കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഞങ്ങളുടെ കുക്കിംഗ് അവിടെ നടക്കുന്നുണ്ട്. ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ എവിടുന്ന് തുടങ്ങണം, എന്ത് തുടങ്ങണം എന്നൊന്നും ഒരു പിടുത്തം ഉണ്ടായിരുന്നില്ല. ആദ്യം തന്നെ കുറച്ച് പരിപാടികളെല്ലാം ചെയ്തു വെക്കാമെന്ന് വിചാരിച്ചു. കാരണം നാളെ നീറ്റിട്ട് നമുക്ക് രാവിലെ തന്നെ ഓഫീസിൽ പോവേണം. സോ പരിപാടീസ് എല്ലാം അവിടെ ആയി, ഫുഡായി. അത് കഴിഞ്ഞ് ഞാൻ ആ ഫുഡ് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുകയാണ്. അപ്പോൾ അവൾ ക്യാമറയിൽ വരില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഷോ ആയിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് രാത്രി മാഗി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ മാഗി ഉണ്ടാക്കി. ഞങ്ങളുടെ വേറൊരു ഫ്രണ്ട് ഉണ്ട് ഫൗസി, അവളന്ന് നാട്ടിൽ നിന്ന് വരികയും ചെയ്തു. സോ ഞങ്ങളെല്ലാവരും കൂടെ മാഗി കഴിച്ചു. സോ ഇനിയുള്ള വിശേഷങ്ങൾ ഈ വീട്ടിൽ നിന്ന് കാണാം. ഓക്കെ, ബൈ.